ഹലോ. ആ ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോയിലേക്കാണ്. അത് കാരണം എല്ലാം സുഖമല്ലേ? ഇവിടെ വർക്കരയിൽ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ട്, 2 ദിവസം കൊണ്ട് മഴയൊക്കെ ഉണ്ട്. അവിടെയും എല്ലായിടത്തും മഴയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ചാനലിൽ വീണ്ടും വരാമെന്ന് വെച്ചാൽ, മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് ബിഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. അതൊരു ചർച്ചയായിട്ട് പോവുകയാണ്. അത് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിച്ച ഒരു പ്രോഗ്രാമാണ്. ലാലേട്ടൻ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് നല്ലൊരു നടനാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് ലാലേട്ടൻ. അനുമോൾ എന്ന് പറയുന്ന അവിടെ എന്ത് ചെയ്തെന്ന് നമ്മൾ കണ്ടതാണ്. ആ കപ്പിന് ഒരു അർഹതയില്ലാത്ത ഒരാളാണ് അനുമോൾ. കാര്യം എന്ന് വെച്ചാൽ മാത്രമല്ല, ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പോലും പറഞ്ഞിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ളതാണ് അനുമോൾ. കാര്യം അനുമോളാണ് അവിടെ ആ ഷോയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് ലാലേട്ടൻ അത് കേരള ജനങ്ങളെ അത് പറ്റിക്കുകയും ചെയ്തു. കാര്യം നമ്മളാ വോട്ടുകൾ, ഒരു വോട്ടിൻ്റെ പുറത്ത് ഒരാളിൻ്റെ ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1 രൂപ കിട്ടും. അങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പാവങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ചെയ്താൽ വളരെ ഗുണമുണ്ടായിരുന്നു. അത് നമ്മളത് ചെയ്തില്ല. കേരളത്തിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസമുണ്ട്, മണ്ടന്മാരിലെല്ലാം ബുദ്ധിയുള്ള ആൾക്കാരാണ്, അവർക്കറിയാം. പക്ഷെ അനീഷ് എന്ന് പറഞ്ഞ പുള്ളി അത് നന്നായിട്ട് ഗെയിം കളിച്ച് നല്ലൊരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. വോട്ടിങ്ങിൽ ലാസ്റ്റ് വരെ ചെയ്യാൻ തന്നിട്ടില്ല. ലാലേട്ടൻ അത് സ്റ്റോപ്പ് ചെയ്യുകയും അനുമോളെ കൈ പൊക്കുകയും ചെയ്തു. അനുമോൾ അവിടെ കാണിച്ചത് എന്താണെന്ന് നമുക്കറിയാം. കാര്യം അനുമോളെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കുസൃതരം കാണിച്ചു വെച്ചിട്ട് ലാലേട്ട ഐ ലവ് യു പറയൂ. അപ്പം ലാലേട്ടൻ ഒരു ഐ ലവ് യു കൊടുത്തു. അത് അനുമോൾ ഹാപ്പിയായി. അപ്പം പ്രശ്നങ്ങൾ തീരെയാണ്. PR എന്ന് പറയുന്ന ആളെന്ന് വെച്ചാൽ അത് ശരിയായൊരു ഇതല്ല. കാര്യം നമ്മളെ മറ്റുള്ള സംസ്ഥാനത്തു നിന്നാണ് വോട്ട് വാങ്ങിച്ച് അനുമോൾക്ക് ഇത്രയും വോട്ട് കൊടുത്തത്. അനുമോളെന്ന് പറയുന്നതെന്ന് വെച്ചാൽ 2 ആഴ്ച കഴിയുമ്പോഴേ തന്നെ പുറത്തു പോകേണ്ട ഒരാളാണ്. അത് നമ്മൾക്ക് പറ്റിയൊരു മണ്ടത്തരവും. അതിൽ അനീഷിനെ പോലെ ഒരുപാട് പേര് നല്ല ഗെയിം കളിച്ചവരുണ്ടായിരുന്നു. നമ്മളാരും ശ്രദ്ധിക്കാതെ അവരെ വിട്ടു. കേരള ജനങ്ങളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. കാര്യം അതിന് പ്രതികരിക്കും. ആ രീതിയാണ് ഇപ്പം നമ്മൾ ചാനലിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ആ കപ്പിൻ്റെ അർഹത എന്ന് പറയുന്നത് അനീഷ് തന്നെ, അല്ലാതെ അനുമോളല്ല. അത് ലാലേട്ടൻ അങ്ങ് കൊടുത്തതാണ്. ലാലേട്ടൻ കൈ അങ്ങ് പൊക്കി അനുമോക്കം കൊടുത്തു. അനുമോൾ ഈ 100 ദിവസവും അനുമോൾ കിടന്ന് കരഞ്ഞ് 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 ആ കണ്ണിനീര്, എനിക്കൊന്ന് വെച്ചാൽ ഒരു ഇടുക്കി ഡാമിൽ നമുക്ക് ഫില്ലാവുന്ന കണ്ണിനീര് അത്രയും കളഞ്ഞിട്ടുണ്ട്. ഈ വേനൽ സമയത്തൊക്കെ അത് കൊള്ളാം. ഇടുക്കി ഡാമിൽ പോയി ഇങ്ങനെ കരഞ്ഞാൽ നമുക്ക് കണ്ടെങ്കിലും ഉപയോഗപ്പെടും. ആ രീതിയാണ് കണ്ടത്. അത് ശരിയായും ലാലേട്ടൻ എന്ന് വെച്ചാൽ മലയാള സിനിമയ്ക്ക് നല്ല സിനിമകൾ തന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ അയാളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. കാര്യം ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ജനങ്ങളാണ് കാണുന്നത്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, ജനങ്ങളെ വോട്ടാണ്. എന്നിട്ട് ലാലേട്ടൻ തന്നെ ആ കൈ പിടിച്ച് പൊക്കുകയും വോട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അത് ശരിയായൊരു പോയിന്റ് അല്ല. കാര്യം നമ്മൾ പറ്റിച്ചൊരു കാര്യമായിപ്പോയി. എന്ന് കഴിഞ്ഞാൽ ഈ ഇത്രയും വോട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ വോട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഒരു ചർച്ചയായ ഒരു വിഷയമാണ്. കാര്യം മാത്രമല്ല, ഇത് നല്ലൊരു പ്രോഗ്രാം അല്ല. കാര്യം മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കോടതി നിരോധിച്ചതാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നു. നമ്മളെ വളർന്നു വരുന്ന മക്കൾ ആ പ്രോഗ്രാം കാണുന്നുണ്ട്. പക്ഷെ അവരും ആ രീതിയിൽ ചിന്തിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം കൊണ്ട് യാതൊരു ഗുണമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു പറ്റിപ്പ് പ്രോഗ്രാമാണ്. കാര്യം PR ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ ലാലേട്ടൻ തന്നെ പറഞ്ഞ 100-300 പേര് അതിൽ സംഘങ്ങളുണ്ടെന്നാണ്. അത് ലാലേട്ടൻ ശനി ഞായറൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അനുമോൾ കരച്ചിലല്ലാതെ അതിൽ നല്ലൊരു ഗെയിം പോലും അനുമോൾ കളിച്ചിട്ടില്ല. അത് നമ്മൾ കണ്ടതാണ്. അനുമോളെ കാണാനൊക്കെ ഒരുപാട് നല്ല പേര് അതിലുണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ കാണാതെ വിട്ടു. നമ്മളെ കേരള ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും, തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഈ തെറ്റുകൾ ഈ ഷോ നമ്മൾ കാണരുത്. അവര് ആദ്യം തന്നെ വിചാരിച്ചു വെക്കും ഈ കപ്പ് ആർക്കുള്ളതാണ്, അവര് തന്നെ ചെയ്യും.
ഇപ്പോൾ അനീഷയായിരുന്നാലും മറ്റുള്ള ആരും നമ്മൾ അനുമോളെ ഒറ്റപ്പെടുത്തുന്നതല്ല. കാര്യം അത് അനുമോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് തന്നെ അനുമോൾക്ക് ആരെന്ന് ചോദിച്ചിട്ട് അനുമോൾക്ക് അറിയത്തില്ല. അപ്പോൾ ആ രീതിയാണ്. അപ്പം എന്തായാലും സംഭവിച്ചു. ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നമ്മളെ കേരള ജനങ്ങൾക്ക് പറ്റരുത്. നമ്മൾ അത് നോക്കിയും കണ്ടും തന്നെ വോട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് 2 വഴി പാട്ടൂടെ പാടിത്തരാൻ. അസ്രമുല്ലാവിരിക്കും മോളെ നിന്റെ മിസ്റിന്റെ കഥ പറഞ്ഞാട്ടെ, മുഖബത്തിൻ സുലൈഖപ്പു പോലെ പണ്ട് മുഖബത്ത് എല്ലേ ചിരി തൂകി. ഷോർട്ട് ട്രാക്ക്. അടുത്ത വീഡിയോ ആയിട്ട് നുമാൻ നിങ്ങളെ ഫ്രണ്ടിൽ വരുന്നതാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും എന്ന് നിങ്ങളെ സ്വന്തം നുമാൻ.